ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം. ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം. ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. സ്നേഹം ഭരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം. സ്നേഹം ഭരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം. സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം. സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം. ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. സ്വാർത്ഥം ത്യജിക്കാനുമേറെ ത്യാഗചൈതന്യമുൾക്കൊണ്ടിടാനും, സ്വാർത്ഥം ത്യജിക്കാനുമേറെ ത്യാഗചൈതന്യമുൾക്കൊണ്ടിടാനും, എല്ലാവർക്കുമെല്ലാമായി തീരാനും വ്യക്തികൾ സന്നദ്ധരാകും കുടുംബം. എല്ലാവർക്കുമെല്ലാമായി തീരാനും വ്യക്തികൾ സന്നദ്ധരാകും കുടുംബം. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം. ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം. ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം.
നല്ലൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാറ്റുവേലയാണ്. ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കർഷകർ ആരും ഇല്ലേ? ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ വെയിലും മഴയും മാറി മാറി വരുന്നു. ആ സമയത്താണ് കൃഷി എടുക്കാനായിട്ട് ഏറ്റവും നല്ല സമയം അല്ലേ? അപ്പം വീട്ടിൽ കയറി താമസിക്കാനുള്ള നല്ല സമയമാണിത്. ഞാറ്റുവേലയാണ്. അപ്പൊ എല്ലാവിധ പ്രാർത്ഥനാശംസകളും കുടുംബക്കാർക്ക് ഞാൻ നേരുകയാണ്. നമുക്ക് എല്ലാവർക്കും ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭവനത്തോട് മനോഹരമാകുന്നു. അന്യസ്ഥലത്താരും ദിവസത്തേക്കാൾ അങ്ങനത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോടുകൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് എനിക്ക് വയ്ക്കുന്ന ആരും നടക്കുകയില്ല എന്നുള്ള ചെയ്ത കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. എന്നെ നീ കാണുന്ന പോൽ നിന്നെ ഞാൻ കാണുവാനായി എന്നയനങ്ങൾക്കു നീ വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. സമാധാനം. സകലത്തിന്റെ നാഥ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉറപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. ആമേൻ. നമുക്ക് സ്വരപരത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്യനുമായ കർത്താവേ, കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഈജിപ്തിൽ വെച്ച് ദൈവം മൂശയോടും അബ്രഹാമിനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഓരോരുത്തരും തന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ വെടിവെക്കണം. അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ വെട്ടപ്പടിയുമേലും മേൽപ്പടിയുമേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തുകാരുടെ കഠിനപുത്രന്മാരെയെല്ലാം ഞാൻ സംസ്കരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ചുറ്റിക്കും. ഞാനാകുന്ന ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നുപോകും. ഈജിപ്തിനെ ഞാൻ ചുറ്റിക്കും. എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധാമത്തായി അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാർ പ്രധാനിയും ഒരു ധനാഢ്യനുമായിരുന്നു. ഈശോയെ ഒന്ന് കാണുവാൻ അയാൾ ആഗ്രഹിച്ചു.
പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് അവിടുത്തെ കാണുവാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ സക്കേബസ് മുമ്പേ വഴിയരികിലുള്ള ഒരു അത്തിമരത്തിൽ കയറി ഈശോയെ കാത്തിരുന്നു. എന്നാൽ അവിടത്തേക്ക് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. സക്കേബസിനെ നോക്കി യേശു പറഞ്ഞു, സക്കേബൂസേ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വസിക്കുവാൻ വരികയാണ് എന്ന് അരുളി ചെയ്തു. സക്കേബസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷപൂർവ്വം അവിടുത്തെ സ്വീകരിച്ചു. കണ്ടെന്നാൽ ഞാൻ പാപിയെ ആദ്യത്തെ സ്വീകരിക്കുന്നുവല്ലോ എന്ന് പുച്ഛഭാവത്തിൽ സംസാരിച്ചു. സക്കേബസ് ഒന്നും ഗമിക്കാതെ അവിടത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഞാൻ തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഈശോ അരുളി ചെയ്തു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വന്ന് കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാം. പ്രാർത്ഥനയും വഴി യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങനെ പ്രീതിപ്പെടുത്തുവാൻ പുതിയ കൽപ്പന അനുസരിച്ച് ഇവയോട് കൂടി ജീവിക്കാനും പരസ്പരം ക്ഷമിക്കുവാനും സഹായിക്കുവാനും എല്ലാ മനുഷ്യരോട് അനുകമ്പ കാണിക്കുവാനും ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ മറ്റു ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് അങ്ങനെ പിന്തുടരുവാൻ കുടുംബത്തിന്റെ മാതൃക അനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ ബാക്കിയുള്ള മരണം വഴി അവസാനം അങ്ങനെ പ്രാപിക്കുവാൻ നമുക്ക് സമാധാനം. അവിടെ നിന്ന് രക്ഷിച്ച കാരുണ്യവാനായ കർത്താവേ, പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ അവിടെ നിന്ന് ആശീർവദിക്കണമേ. അങ്ങനെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകിയാൽ പൈതൃകമാനുഗ്രഹം നൽകി ഇതിനെ കാത്തുരക്ഷിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം അങ്ങയുടെ തിരുമനെ സർവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാനവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, കനിയണമേ, മിശിഹായേ, കനിയണമേ. കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദേ